ന്യൂസ് 16 കേരള. ലഹരിക്കെതിരെ പ്രവാസി പ്രാദേശിക കൂട്ടായ്മകൾ ശക്തമായി ഇടപെടണം. റിസ വെബിനാർ. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടി പോയി റീപാക്കിംഗ്? എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്രൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനം ഫലപ്രദമായി നിയന്ത്രിക്കുവാൻ പ്രാദേശിക കൂട്ടായ്മകളുടെ കൂട്ടായ ഇടപെടൽ മുൻപത്തേക്കാളും അനിവാര്യമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അന്താരാഷ്ട്ര NGO സുബൈർ കുഞ്ഞു ഫൗണ്ടേഷന്റെ റിസയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവാസി ലീഡേഴ്സ് മീറ്റ് വെബിനാറിൽ പങ്കെടുത്തു സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. സൗദി അറേബ്യയിലെ റിയാദ്, ഈസ്റ്റേൺ പ്രൊവിൻസ്, ജിദ്ദ തുടങ്ങി പ്രവിശ്യകളിൽ നിന്നുള്ള പ്രവാസി നേതാക്കൾ പങ്കെടുത്തു. വിവിധ പ്രവാസി നേതാക്കൾ ഒരുമിച്ച് നാട്ടിൽ ഓരോ ജില്ലയിലും തങ്ങൾക്കാവും വിധം ലഹരി ഉപയോഗവും വ്യാപനവും തടയാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടതിന്റെ അനിവാര്യത ഊന്നിപ്പറയുകയും റിസയുടെ ശ്രമങ്ങൾക്ക് NRK ഫോറത്തിന്റെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതായും വെബിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റിയാദ് NRK ഫോറം ചെയർമാൻ CP മുസ്തഫ പറഞ്ഞു. സമഗ്ര ബോധവൽക്കരണത്തിലൂടെ ഓരോ കുടുംബാംഗത്തെയും ലഹരിയുടെ കെണിയിൽപ്പെടാതെ സംരക്ഷിക്കുവാൻ വേണ്ട അടിസ്ഥാനപരമായ നടപടികളാണ് അനിവാര്യമെന്നും സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക കൂട്ടായ്മകളുടെ സഹായത്തോടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പ്രവാസി ലഹരി വിരുദ്ധ കൂട്ടായ്മകൾ രൂപീകരിക്കുവാനും ഇതിനായി എല്ലാ ജില്ലകളിലും നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് റിസ സൗജന്യമായി ഓൺലൈൻ പരിശീലനം നൽകാൻ സന്നദ്ധമാണെന്നും റിസ തയ്യാറാക്കിയ കർമ്മ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ അബ്ദുൽ അസീസ് പറഞ്ഞു. സ്വാഗത പ്രസംഗം നടത്തിയ റിസ കൺസൾട്ടന്റ് ഡോക്ടർ AV ഭരതൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ഈ രംഗത്ത് റിസ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും പ്രവാസി നേതാക്കൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുകയും ഉണ്ടായി. റിയാദിൽ നിന്നും മാധ്യമപ്രവർത്തകനായ ഷംനാദ് കരുനാഗപ്പള്ളി, ഇബ്രാഹിം കരീം, ബിനോയ് മാത്യു എന്നിവരും ജിദ്ദയിൽ നിന്ന് കേരള പൗരാവലി നേതാക്കളായ ഉണ്ണി തെക്കേടത്ത്, മിർസ ഷെരീഫ്, അനസ് ഓച്ചിറ, സലാഹ് കാരാടൻ എന്നിവരും ദമാമിൽ നിന്ന് ഡോക്ടർ സജീവ്, ലിനാദ്, സുഹൈൽ, സക്കീർ വള്ളക്കടവ്, സൈഫു മുക്കം എന്നിവരും ചർച്ചയിൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. പ്രവാസ ലോകത്തെ നേതാക്കൾക്ക് നാട്ടിൽ പ്രാദേശികമായി എന്തെല്ലാം ഇടപെടലുകൾ നടത്താം എന്നതിനെക്കുറിച്ച് വിവിധ സംഘടനാ പ്രതിനിധികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിച്ചു. റിയാദിൽ നിന്നും അലക്സ് കൊട്ടാരക്കര, ഫൈസൽ പൂനൂർ, ക്ലീറ്റസ് തിരുവനന്തപുരം എന്നിവരും ദമാമിൽ നിന്നും ഇസ്മയിൽ, നൌഷാദും, ജിദ്ദയിൽ നിന്ന് കബീർ കൊണ്ടോട്ടിയും ലീഡേഴ്സ് മീറ്റിന്റെ കോർഡിനേറ്റർമാരായി. കൂടുതൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമായി പ്രവാസി ലീഡേഴ്സ് മീറ്റ് ഓൺലൈൻ സെക്ഷൻ 2 ഓഗസ്റ്റിൽ സംഘടിപ്പിക്കുമെന്ന് റിസ നേതൃത്വം അറിയിച്ചു. റിപ്പോർട്ടർ മജിദ് KP 16 ന്യൂസ് 16 റിയാദ്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.